ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു കണ്ടീഷനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഹെഡേക്ക് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ സിംറ്റമാണ്. അതായത് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസിൻ്റെ, ചിലപ്പോൾ ആ കണ്ടീഷൻ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും ട്യൂമർ ഉള്ളതോ, അങ്ങനെ പല റീസൺസിൻ്റെയും ഒരു സിംറ്റം ആയിരിക്കും, നമ്മളെ അറിയിക്കുമായിരിക്കും അത് ഇന്നതുണ്ട്, അതിന് അത്രമാത്രം പ്രഷർ വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സിംറ്റം ആകുക. പക്ഷേ മോസ്റ്റ്ലി അത് മാത്രമല്ല കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹെഡേക്കിനെ നമ്മൾ രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഹെഡേക്ക്, രണ്ടാമത്തത് സെക്കൻഡറി ഹെഡേക്ക്. ഈ പ്രൈമറി ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ടായിട്ട് ഉണ്ടാകുന്നത്, അതായത് കുറച്ച് ചെറിയ സമയത്താണ് ഉണ്ടാകുന്നത്, അത് ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കും. അത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടായിരിക്കും. അത് ചിലപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അതിനെ നമ്മൾ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും. അതായത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവിടെ മസിൽസിന് ഒരു കോൺട്രാക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ വെസൽസിന് ഒരു കോൺട്രാക്ഷൻ വരുന്നതിന് അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്. അതായത് ആ വലിച്ചിൽ കാരണം അല്ലെങ്കിൽ ആ ഒരു മസിൽ പിടുത്തം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. ആ സമയത്ത് തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് തലവേദന എടുക്കുന്നത്. ചിലപ്പം സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ പല റീസൺസ് ഉണ്ട്, പലർക്കും പല രീതികളായിരിക്കും. ചിലപ്പോൾ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേക സ്മെല്ല്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ജോലിയുടെ സ്ട്രെസ്, അല്ലെങ്കിൽ അവരുടെ ടെൻഷന്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ പല റീസൺസ് ആയിരിക്കും. അപ്പം ഇതാണ് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെക്കൻഡറി ഹെഡേക്ക്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക കണ്ടീഷൻ കാരണം, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഒരു ഡിസീസ് ഉണ്ട്, അത് ട്യൂമർ ആയിരിക്കാം, ചിലപ്പം അത് തലയിലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, ലൈക്ക് മൈനിഞ്ചൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ട്യൂമർ കാരണം, അതല്ല എങ്കിൽ എന്തെങ്കിലും പ്രീവിയസ്ലി അവർക്കുണ്ടായ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാരണമോ, അതൊക്കെ ഒരു റീസൺ ആക്കാം. അതിനെ നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയും. ആ ഹെഡേക്ക് ആ ഒരു പ്രത്യേക കണ്ടീഷൻ കാരണം ഈ ഹെഡേക്ക് അതൊരു സിംറ്റമായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് കോസറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഫാമിലി ഹിസ്റ്ററി വരാറുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെഡേക്ക് ഉണ്ടെങ്കിൽ നമുക്കും അത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡ് ആണെങ്കിൽ, നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല, ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കഫിൻസ് ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഈ കഫിൻസിനൊക്കെ അഡിക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് അത് ഓവറായിട്ട് പ്രൊഡക്ഷൻ വരാൻ തുടങ്ങും. ആ ഒരു സമയം നമ്മുടെ ബോഡിക്ക് ഓവറായിട്ട് കഫിൻ്റെ ആവശ്യം വരും. ആ സമയത്ത് നമ്മൾ കുറേ നേരം കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി അത് കഫിൻ ഒരുപാട് എടുക്കുന്ന ആളാണ് ഒരു ദിവസം, പക്ഷേ പ്രത്യേക ഒരു സാഹചര്യം നമുക്ക് അന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല, കാപ്പി കുടിക്കാൻ പറ്റിയില്ല, അപ്പോൾ നമ്മുടെ ബോഡി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം നമ്മളൊരു അഡിക്ഷൻ പോലെ ആയി. അപ്പം ആ സമയം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് വിഡ്രോൾ സിംറ്റംസ്. ഇപ്പം നമ്മൾ പറയത്തില്ല, കള്ള് കുടിക്കുന്നവർ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവർ, അവർക്കെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ അവർ ഭയങ്കര എന്നും ഒരു സ്ട്രെസ്സാണ് അവർക്ക്, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിന് നമ്മൾ വിഡ്രോവൽ സിംറ്റം എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു കാപ്പിയും ചായയും അല്ലെങ്കിൽ ഈ കഫിൻ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് എന്തുണ്ട്, ഈ ഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അത് കാരണവും മൈഗ്രെയിൻ ഉണ്ടാകാം. അതുപോലെ തന്നെ വേറെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെങ്കിൽ അത് കാരണവും അവർക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നേസൽ കഞ്ചഷൻ, അതായത് നമുക്ക് മൂക്കടപ്പുണ്ട്, അത് കാരണത്താൽ നമുക്ക് ഇവിടെ പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കുമ്പോൾ ഒരുപാട് നേരം നമ്മൾ ലാപ്പിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ മുന്നിൽ, ഈവൻ നമ്മുടെ ഫോണിൻ്റെ മുന്നിൽ, നമ്മുടെ കണ്ണിന് എപ്പോഴും സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡേക്ക്. പിന്നെ അതുപോലെ തന്നെ ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡേക്കിന് ചാൻസസ് ഉണ്ട്. അതുപോലെ നമുക്ക് തുമ്മൽ അല്ലെങ്കിൽ കോൾഡ് വരുവാണെങ്കിലും നമുക്ക് ഹെഡേക്കിന് ചാൻസസ്. നമ്മൾ പ്രോപ്പറായി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ, അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ല, നമ്മൾ നിൽക്കുന്ന സമയത്ത് പ്രോപ്പറായി നിൽക്കുന്നില്ല, ഒരു ജോലി ചെയ്യുമ്പം നമ്മൾ പ്രോപ്പറായി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡേക്ക്. സോ പോസ്ചറും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ പൊതുവായിട്ട് നമ്മൾ ഈ മൈഗ്രെയിന് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഹെഡേക്കിന് പൊതുവായി നമ്മൾ ഹെഡേക്കിന് കഴിക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഐബർപ്രോഫിൻ അല്ലെങ്കിൽ പാരസെറ്റാമോൾ ആണ്. അത് നമ്മൾ ഷോർട്ടായിട്ടുള്ള പെയിൻ നമ്മൾ ഇത് കഴിക്കുന്നതോടുകൂടെ പെട്ടെന്ന് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഹോം റെമഡീസ് ഉണ്ട്, വേറെ മെഡിസിൻസ് ഇതിനുണ്ട്. ഇവൻ അണ്ടർലൈൻ കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണണം, മെഡിസിൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഹെഡേക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിധി വരെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ പ്രിവെൻഷനാണ് നമ്മുടെ മെയിൻ ഫോക്കസിങ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തും ഈ ഹെഡേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഒരിക്കലും ലേറ്റായി നമ്മൾ ഫുഡ് കഴിക്കരുത്. കറക്റ്റ് ടൈം നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ടായിരിക്കണം.
പിന്നെ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ കഫിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. കഫിൻ കഴിവതും നമ്മൾ ടീ കോഫി എല്ലാം ഒഴിവാക്കണം. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ there is a chance of getting migraine. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിലാക്സ് ആയിരിക്കണം. ഏതെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിവതും ഒഴിവാക്കാൻ നോക്കണം. അതെല്ലാം നമ്മുടെ വർക്ക് റിലേറ്റഡായി സ്ട്രെസ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ അതിൽ ഏത് ഫാക്ടറാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഏരിയ വരുമ്പോഴാണ്, എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹെഡേക്ക് വരുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കഴിവതും ആ സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കണം. നമ്മളതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ഫുഡ് പാറ്റേൺ ആയിരിക്കണം നമ്മുടേത്. അതുപോലെ നമ്മൾ എപ്പോഴും സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു സറൗണ്ടിങ് നമ്മളായിരിക്കുക. ചിലപ്പം അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ, ടോക്സിക് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ട്രിഗർ. നിങ്ങൾക്ക് അതുവഴി വിട്ടുമാറാത്ത തലവേദനയ്ക്ക് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ കഴിവ് നമ്മൾ ഒഴിവാക്കണം. അപ്പം നമ്മൾ ഹോം റെമഡീസ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈഗ്രെയിന് വേണ്ടിയുള്ളതാണ്. മൈഗ്രെയിൻ ഉള്ളവർ 200 ml സ്പീനച്ചും 300 ml ക്യാരറ്റും എടുത്ത് 1/2 ലിറ്റർ ജ്യൂസ് ആക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈഗ്രെയിനിൽ നിന്ന് നമുക്ക് റിലീവ് കിട്ടുന്നതായിരിക്കും. അപ്പം സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏരിയയിലുള്ള ഹെഡേക്കാണ്. ആ ഏരിയയിൽ നമുക്ക് ഹെഡേക്ക് കൂടുതലും വരുന്നത് കഫം കെട്ടി നിൽക്കുന്നത് കൊണ്ടോ സൈനസിന് ഇൻഫെക്ഷൻ ആയതുകൊണ്ടോ ആയിരിക്കും. സോ ആ ഹെഡേക്കിൽ നിന്ന് നമുക്ക് റിലീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിനമൺ എന്ന് പറയും, അതായത് ഗ്രാമ്പു നമ്മളെടുത്ത് അത് പേസ്റ്റ് രൂപത്തിലാക്കണം. അതായത് അത് സിനമൺ നമ്മളൊരു പൗഡർ രൂപത്തിലാക്കി അതിനകത്ത് വാട്ടർ ആഡ് ചെയ്ത് ഒരു സ്പൂണിനകത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ് രൂപത്തിലുള്ള സാധനം നമ്മുടെ ഹെഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഹെഡേക്കിൽ നിന്ന് അല്ലെങ്കിൽ സൈനസ് ഹെഡേക്കിൽ നിന്ന് നമുക്ക് റിലീവ് കിട്ടുന്നത്. അതുപോലെ ഫ്രഷ് ജിഞ്ചർ വാട്ടറിലിട്ട് ബോയിൽ ചെയ്തിട്ട് ആ വാട്ടർ നമ്മൾ ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സൈനസ് ഹെഡേക്കിൽ നിന്ന് നമുക്ക് റിലീവ് കിട്ടുന്നതായും പറയപ്പെടുന്നു. അടുത്തത് ഹോട്ട് വാട്ടർ ഫെർമെൻറ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഹോട്ട് വാട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ തെറാപ്പി എന്ന് പറയും. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹെഡേക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂ കാരണം നമുക്ക് ഹെഡേക്ക് ചില കേസിൽ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഹെഡേക്കിൽ നിന്ന് നമുക്ക് റിലീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറ്റ് പാഡ്സ്, അതായത് നമ്മൾ പെയിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹീറ്റ് പാഡ് നമ്മുടെ അബ്ഡോമൻ റീജിയനിൽ വെക്കണം. അബ്ഡോമൻ റീജിയനിൽ വെക്കുന്ന സമയത്ത്, സ്റ്റൊമക്ക് റീജിയൻ നമ്മുടെ വയറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്കിൽ നിന്ന് റിലീവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് വെള്ളം തേൻ ഒഴിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഹെഡേക്കിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. സോ ദിസ് ആർ ദ തിങ്സ് വി മെയിൻലി ഡൂയിങ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കൂടുതൽ വീഡിയോയുമായി നമുക്ക് പിന്നൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.